الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറ്റവും പ്രിയം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സൃഷ്ടിച്ചു പരിപാലിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിലെ എല്ലാ സമയങ്ങളിലും സന്ദർഭങ്ങളിലും സൂക്ഷിച്ച് തഖ്വയോടുകൂടി ജീവിതം ക്രമപ്പെടുത്തണമേ എന്ന് എന്നെ മറക്കാതെ എല്ലാ ഓരോരുത്തരോടും അതീവ ഗൗരവത്തോടുകൂടി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കുകയും നാളെ മരണാനന്തര ജീവിതത്തിൽ റബ്ബിനെ കണ്ടുമുട്ടുന്ന നാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ നമ്മെ എവരെയും ഉൾപ്പെടുത്തുകയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാകട്ടെ. പരിശുദ്ധ റമദാൻ നമ്മുടെ കൺമുന്നിൽ എത്തി നിൽക്കുകയാണ്. വർഷത്തിൽ ഒരിക്കൽ വരുന്ന ഈ റമദാൻ എന്ന അതിഥിയെ വരവേൽക്കാൻ നാം കൃത്യമായ മുന്നൊരുക്കങ്ങൾ നടത്തേണ്ടതുണ്ട്. ഭൗതികമായ മുന്നൊരുക്കങ്ങൾ പലരും തുടങ്ങിയിട്ടുണ്ട്. പള്ളികളാണെങ്കിലും വീടുകളാണെങ്കിലും അതെല്ലാം അതിൻ്റെതായ ഒരുക്കങ്ങളിലാണ് പല ആളുകളും. അതുപോലെ തന്നെ നോമ്പ് തുറക്കുവാനുള്ള ആളുകളുടെ ലിസ്റ്റ് പല സ്ഥലങ്ങളിലും നോമ്പ് തുറക്കുള്ള ആളുകളെ കണ്ടെത്തി കഴിഞ്ഞു. അതുപോലെ തന്നെ അതിൻ്റെതായ സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുന്ന തിരക്കിലാണ് നമ്മൾ ഓരോരുത്തരും. ഭൗതികമായി മാത്രമല്ല റമദാനിലേക്ക് ഒരുങ്ങേണ്ടത്, മറിച്ച് മാനസികമായി ആ റമദാനിന് വേണ്ടി നാം ഒരുങ്ങിയിട്ടുണ്ടോ എന്നത് നമ്മൾ ഓരോരുത്തരും സ്വയം ചോദിക്കേണ്ടതാണ്. റമദാനിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ അറിഞ്ഞുകൊണ്ട് ആ റമദാനിലേക്ക് പ്രവേശിക്കണം. ഒരുപാട് റമദാൻ
നമുക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട്. മുൻകഴിഞ്ഞ റമദാനുകളെല്ലാം നമുക്ക് നഷ്ടപ്പെട്ടു എന്നൊരു തോന്നലുണ്ടായിട്ടുണ്ട് എങ്കിൽ വേണ്ടത്ര ചെയ്യാൻ, വേണ്ടത്ര സൽക്കർമ്മങ്ങൾ ചെയ്തു കൂട്ടാൻ സാധിച്ചിട്ടില്ല എന്നൊരു തോന്നൽ നമുക്കുണ്ട് എങ്കിൽ ഈ വരുന്ന റമദാൻ പരമാവധി ഉപയോഗപ്പെടുത്താൻ, റമദാനിലേക്ക് പ്രവേശിക്കുന്നതിന്റെ തൊട്ടു മുന്നത്തെ ദിവസങ്ങൾ എന്ന നിലക്ക് ഒരുക്കങ്ങൾ നടത്തണം നമ്മൾ ഓരോരുത്തരും. അതിന് മാനസികമായും ശാരീരികമായുമുള്ള മുന്നൊരുക്കങ്ങൾ, തയ്യാറെടുപ്പുകൾ അത്യാവശ്യമായ കാര്യമാണ്. റമദാൻ മാസത്തിനും അതുപോലെ ആ റമദാൻ മാസത്തിലെ നോമ്പിനുമുള്ള പ്രത്യേകതകളും അതിന്റെ പുണ്യങ്ങളും നമ്മൾ ഓരോരുത്തരും അറിയണം, മനസ്സിലാക്കണം. ഒന്നാമതായി നമ്മൾ അറിയേണ്ടത് നോമ്പ് നിർബന്ധമാക്കപ്പെട്ട മാസമാണ് പരിശുദ്ധ റമദാൻ എന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കാര്യം പരിശുദ്ധ ഖുർആനിലൂടെ വ്യക്തമാക്കുന്നതായി കാണാൻ സാധിക്കും. شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان فمن شهد منكم الشهر فليصم. ജനങ്ങൾക്ക് മാർഗദർശനമായിക്കൊണ്ട് അവർക്ക് നേർവഴി കാണിക്കുവാൻ വേണ്ടിയും സത്യവും അസത്യവും വേർതിരിച്ച് കാണിക്കുവാൻ ഉതകുന്നതുമായ സുവ്യക്തമായ തെളിവുകളായി പരിശുദ്ധ ഖുർആനിനെ അല്ലാഹു അവതരിപ്പിച്ച മാസമാണ് പരിശുദ്ധ റമദാൻ. അതുകൊണ്ട് തന്നെ ഫമൻ ഷഹിദ മിൻകുമുശ് ശഹറ ഫൽയസും, അതുകൊണ്ട് നിങ്ങൾ ആ മാസത്തിൽ നിങ്ങൾ സന്നിഹിതരാണ് എങ്കിൽ അവർ ആ മാസം നോമ്പനുഷ്ഠിച്ചു കൊള്ളട്ടെ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉണർത്തിയിട്ടുള്ളത്. ഒന്നാമതായി നോമ്പ് നിർബന്ധമാക്കപ്പെട്ട മാസം അത് റമദാൻ മാസത്തിലാണ്. കാരണം പരിശുദ്ധ ഖുർആൻ ഇറങ്ങി എന്നതാണ്. പരിശുദ്ധ ഖുർആൻ എന്നത് സത്യവും അസത്യവും ജനങ്ങളെ നേർവഴിയിലേക്ക് നയിക്കുവാൻ അല്ലാഹു ഇറക്കിയ ഗ്രന്ഥമാണ്. അതതിന്റെ ആ റമദാൻ മാസത്തിന്റെ പവിത്രതയും പ്രത്യേകതയുമാണ്. രണ്ടാമതായി നാം മനസ്സിലാക്കേണ്ടത് റമദാൻ മാസത്തിൽ നമ്മൾ നോമ്പെടുക്കുന്നതിലൂടെ കണക്കാക്കാത്ത പ്രതിഫലം, കണക്കാക്കാത്ത കൂലിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നൽകുന്നത് എന്നാണ്. അല്ലാഹു തന്നെ പറയുന്ന ഖുദ്സിയായ ഒരു ഹദീസിലൂടെ കാണാം, കുല്ലു അമലി ഇബ്നി ആദം ലഹു ഇല്ലാ സിയാമ ഫഇന്നഹു ലീ വഅന അജ്സി ബിഹി. ഇമാം ബുഖാരി റിവായത്ത് ചെയ്ത ഹദീസ്. മനുഷ്യന്റെ കർമ്മങ്ങൾ മുഴുവനും അവനുള്ളതാണ്, അല്ലാഹുവിനുള്ളതാണ്, നോമ്പൊഴികെ. മനുഷ്യന്റെ കർമ്മങ്ങൾ മുഴുവനും അവനുള്ളതാണ് എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്തു പോകുന്ന ഓരോ കർമ്മങ്ങളും അതിന്റെ നേട്ടവും അതിന്റെ കോട്ടവുമെല്ലാം നമുക്ക് തന്നെയാണ് ഉള്ളത്. എന്നിട്ട് അല്ലാഹു പറയാണ് ഇല്ലാ സിയാമ, നോമ്പൊഴികെ. നോമ്പ് അങ്ങനെയല്ല, നിശ്ചയം അത് എനിക്കുള്ളതാണ്, ഫഇന്നഹു ലീ, അത് എനിക്കുള്ളതാണ്, അല്ലാഹുവിനുള്ളതാണ്. കാരണം വഅന അജ്സി ബിഹി, അതിന് പ്രതിഫലം നൽകുന്നത് ഞാനാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം എടുത്തു പറയുകയാണ്. അതിന്റെ അർത്ഥം മറ്റ് കർമ്മങ്ങൾക്കുള്ള പ്രതിഫലം നൽകുന്നതൊന്നും അല്ലാഹു ഇല്ല എന്നല്ല. എല്ലാ കർമ്മങ്ങൾക്കും പ്രതിഫലം നൽകുന്നത് അല്ലാഹു തന്നെയാണ്. എങ്കിലും നോമ്പിന്റെ വിഷയം ഇങ്ങനെ പ്രത്യേകം പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അങ്ങനെ പറഞ്ഞതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിന്റെ പ്രാധാന്യവും ലഭിക്കുന്ന പുണ്യം നമുക്ക് നിർവചിക്കാൻ കഴിയുന്നതിലും അപ്പുറമാണ് എന്നതാണ്. നമുക്ക് കണക്ക് കൂട്ടാൻ പറ്റുന്നതിലും അപ്പുറമാണ് നോമ്പനുഷ്ഠിക്കുന്നതിലൂടെയുള്ള പ്രതിഫലം എന്നതാണ് ഈ ഹദീസിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നത്. മൂന്നാമതായി നാം മനസ്സിലാക്കേണ്ടത് പാപമോചനം ലഭിക്കുമെന്നതാണ്.
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. മൻ സാമ റമളാന ഈമാനൻ, ആരെങ്കിലും ഈമാനോടുകൂടി വിശ്വാസത്തോടുകൂടി അതേപോലെ വഹ്തിസാബൻ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ആരെങ്കിലും നോമ്പനുഷ്ഠിക്കുകയാണ് എങ്കിൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവന് മുൻകഴിഞ്ഞ പാപങ്ങൾ മുഴുവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മാപ്പാക്കി കൊടുക്കും, പുറത്തു കൊടുക്കും എന്നതാണ്. നാലാമത്തെ നേട്ടം, നോമ്പ് എന്നത് നരകത്തിൽ നിന്നുള്ള ഒരു പരിചയാണ്, നരകത്തിലേക്ക് പോകുന്നതിനെ തടുക്കുന്ന പരിചയാണ്. അസ്സിയാമു ജുന്നത്തുൻ മിനൻ നാരി കഹുജ്ജതി അഹദികും മിനൽ ഖിതാൽ. ഒരാൾക്ക്, നിങ്ങളിൽ ഒരാൾക്ക് യുദ്ധത്തിലുള്ള പരിച പോലെ, യുദ്ധത്തിൽ മറ്റുള്ള ശത്രുക്കളുടെ വെട്ട് തടുക്കുവാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സാധനമാണ് പരിച എന്നത്. ആ വെട്ട് ശരീരത്തിൽ ഏൽക്കാതിരിക്കാൻ അതിനെ തടുക്കുന്നത് പോലെ അസ്സിയാമു ജുന്നത്തുൻ മിനൻ നാർ, നോമ്പ് എന്നത് നരകത്തെ തൊട്ട് തടുക്കുന്ന പരിചയാണ് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. തിന്മകളും മ്ലേച്ഛതകളും എല്ലാം ചെയ്യാതെ സ്വീകാര്യമായ രൂപത്തിൽ നോമ്പ് അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ നരകത്തിൽ നിന്നുള്ള രക്ഷ അത് ഉറപ്പാണ് എന്നതാണ് ഇതിലൂടെ നാം മനസ്സിലാക്കേണ്ടത്. ചീത്ത കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക, മ്ലേച്ഛമായ കാര്യങ്ങൾ, വൃത്തികേടുകളൊക്കെ ഒഴിവാക്കി പരിപൂർണമായി നോമ്പൊരാൾ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് നരകത്തിൽ നിന്ന് രക്ഷ കിട്ടുമെന്നതാണ്. അഞ്ചാമതായി നാം മനസ്സിലാക്കേണ്ടത് നരകത്തിൽ നിന്നും അകറ്റി നിർത്തുമെന്നതാണ്. അല്ലാഹു റസൂൽ പറഞ്ഞു, മൻ സോമ യൗമൻ ഫീ സബീലില്ലാഹി ബഅദല്ലാഹു വജ്ഹഹു അനിൻ നാരി 70 ഖരീഫ. ആരെങ്കിലും അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ഒരു ദിവസം നോമ്പനുഷ്ഠിച്ചാൽ, ഒരു ദിവസം നോമ്പനുഷ്ഠിച്ചാൽ ബഅദല്ലാഹു വജ്ഹഹു, അവന്റെ മുഖത്തെ അല്ലാഹു അനിന്നാരി 70 ഖരീഫ, 70 വർഷത്തെ വഴിദൂരം അല്ലാഹു അവന്റെ മുഖത്തെ നരകത്തിൽ നിന്നും അകറ്റി നിർത്തുമെന്നതാണ്. ഒരു ദിവസം നോമ്പനുഷ്ഠിച്ച, ഒരു ദിവസത്തെ നോമ്പിന്റെ ആ ഒരു പ്രത്യേകത, നരകത്തെ തൊട്ട് 70 വർഷത്തെ അകലത്തേക്ക് വൈദൂരത്തേക്ക് നമ്മുടെ മുഖത്തെ അല്ലാഹു മാറ്റുമെങ്കിൽ 30 ദിവസം നോമ്പനുഷ്ഠിച്ചാൽ അതുകൊണ്ട് എത്ര അകലത്തേക്കാണ് സഹോദരങ്ങളെ നമ്മുടെ മുഖങ്ങളെ അല്ലാഹു വഴിദൂരം മാറ്റുക എന്നത് നമ്മൾ ആലോചിക്കണം. ആറാമത്തെ നേട്ടം, നോമ്പുകാരന് മാത്രമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കാണാൻ സാധിക്കുകയുള്ളൂ എന്നാണ്. നമ്മെ പടച്ച, നമുക്ക് വെള്ളവും വായുവും വസ്ത്രവും പാർപ്പിടങ്ങളും നമ്മൾ ജനിക്കുന്നതിന് മുമ്പേ ഈ ലോകത്ത് നമുക്ക് ആവശ്യമായ സകലമാന വസ്തുക്കളും നൽകി അനുഗ്രഹങ്ങൾ നൽകിയ കരുണാമയനായ അല്ലാഹുവിനെ കാണുവാനുള്ള ആഗ്രഹം ആർക്കാണില്ലാത്തത്? നമ്മളൊക്കെ ആത്യന്തികമായ ലക്ഷ്യം അതാണ്, റബ്ബിനെ ഒരു നോക്ക് കാണുക എന്നതാണ്. ആ ഒരു സന്ദർഭം അതുപോലെയുള്ള സന്തോഷകരമായ ഒരു സന്ദർഭം വേറെ ഇല്ല. അത് ലഭിക്കുന്നത് നോമ്പ് അനുഷ്ഠിച്ചവർക്ക് മാത്രമാണ് എന്ന ആ ബോധം നോമ്പ് ആത്മാർത്ഥമായി ചെയ്യാൻ നമ്മെ പ്രേരിപ്പിക്കണം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലിസ്സിയാമി ഫർഹതാൻ, നോമ്പുകാരന് 2 സന്തോഷങ്ങളുണ്ട്. ഫർഹത്തുൻ ഇൻദ ഫിത്രിഹി, ഒന്നാമത്തെ ആ ഒരു ഫർഹത്ത്, ഒന്നാമത്തെ സന്തോഷം എന്ന് പറഞ്ഞാൽ നോമ്പ് തുറക്കുമ്പോഴുള്ള സന്തോഷമാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരിറ്റ് വെള്ളവും ഭക്ഷണവും കഴിക്കാതെ പട്ടിണി കിടന്ന് വൈകുന്നേരമാകുമ്പോൾ ആ ഒരു വെള്ളം, തണുത്ത വെള്ളം കുടിക്കുമ്പോഴുള്ള ആ ഒരു ആഹ്ലാദം, ആ ഒരു സന്തോഷം. രണ്ടാമത്തെ സന്തോഷം ഫർഹത്തുൻ ഇൻദ ലിഖാഹി റബ്ബിഹി, അത്
റബ്ബിനെ കണ്ടുമുട്ടുമ്പോഴുള്ള സന്തോഷമാണ്. അത് നോമ്പുകാർക്ക് മാത്രമേ ഈ സന്തോഷമുള്ളൂ. നോമ്പുകാർക്കല്ലാത്ത മറ്റാർക്കും അള്ളാഹുവിനെ കാണാൻ സാധിക്കില്ല എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ആത്മാർത്ഥമായി ആ നോമ്പിലേക്ക് പ്രവേശിക്കാൻ നമ്മൾ ഒരുക്കങ്ങൾ നടത്തണം. ഏഴാമതായി, നോമ്പുകാർക്ക് മാത്രമായി സ്വർഗത്തിൽ ഒരു വാതിൽ തന്നെയുണ്ട്, ഒരു കവാടം തന്നെയുണ്ട്. ഫിൽ ജന്നതി സമാനിയതു അബ്വാബിൻ, സ്വർഗത്തിന് 8 കവാടങ്ങളുണ്ട്. ഫീഹാ ബാബുൻ യുസമ്മ റയ്യാൻ, അതിൽ റയ്യാൻ എന്ന് വിളിക്കപ്പെടുന്ന ഒരു കവാടമുണ്ട്. ലാ യദ്ഖുലുഹു ഇല്ല സ്സായിമൂൻ, നോമ്പുകാർ അല്ലാതെ മറ്റാരും അതിൽ പ്രവേശിക്കുകയില്ല. ആ കവാടത്തിലൂടെ നോമ്പുകാരല്ലാതെ മറ്റാരും പ്രവേശിക്കുകയില്ല. സുബ്ഹാനല്ലാഹ്. പുണ്യവാന്മാർക്ക് അനശ്വരമായി ജീവിക്കാൻ ഒരുക്കി വെച്ച സുഖലോലുപതയുടെ സുന്ദര സ്വർഗത്തിൽ നോമ്പുകാർക്ക് മാത്രമായി പ്രവേശിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ച കവാടം തന്നെ ഉണ്ട് എന്നതാണ്. അത് നേടിയെടുക്കുവാൻ നോമ്പ് ഫലവത്തായി ഉപയോഗിക്കുന്നവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. രാവിലെ മുതൽ വൈകുന്നേരം വരെ പട്ടിണി കിടന്നതുകൊണ്ട് മാത്രമായില്ല. അതിലൂടെ മ്ലേച്ഛതകൾ, ചീത്തയായ കാര്യങ്ങൾ, അനാവശ്യ കാര്യങ്ങളൊക്കെ ഒഴിവാക്കണം. നല്ലതിലേക്ക് മാത്രമായിരിക്കണം. നന്മകൾ വർദ്ധിപ്പിക്കണം. ജമാഅത്ത് നമസ്കാരങ്ങൾ മുടങ്ങാതിരിക്കണം. ഇങ്ങനെ എന്തെല്ലാം നേട്ടങ്ങളുണ്ടോ, നന്മകളുണ്ടോ, ആ നന്മകളെല്ലാം ചെയ്താൽ മാത്രമേ ഈ പറഞ്ഞ നേട്ടങ്ങളിലൂടെ സ്വർഗത്തിലെ റയ്യാൻ എന്ന കവാടത്തിലൂടെ പ്രവേശിക്കാനും അള്ളാഹുവിന്റെ തിരുമുഖം കാണുവാനുള്ള സൗഭാഗ്യമൊക്കെ നമുക്ക് ലഭിക്കുകയുള്ളൂ എന്നത് നമ്മൾ മനസ്സിലാക്കണം. ആ റമളാനിലെ നോമ്പ് കൊണ്ട് ലഭിക്കുന്ന അല്പം ചില പ്രത്യേകതകൾ മാത്രമാണ് നാം ഇവിടെ സൂചിപ്പിച്ചത്. അള്ളാഹുവിന്റെ അടുക്കൽ നോമ്പിനുള്ള കൂലി എന്നത് ഈ പറഞ്ഞതിനേക്കാളുമാണ്. പുണ്യങ്ങളെല്ലാം ലഭിക്കണമെന്ന ഉദ്ദേശത്തോടുകൂടി ആത്മാർത്ഥമായി നോമ്പ് അനുഷ്ഠിക്കാൻ നമുക്ക് സാധിക്കണം. ഇനി അടുത്ത ഈ റമളാൻ, ഈ വരുന്ന റമളാൻ കഴിഞ്ഞ് അടുത്തൊരു റമളാൻ, ആ അടുത്ത റമളാനിൽ നമ്മൾ ആരൊക്കെ ബാക്കിയുണ്ടാകുമെന്ന് നമുക്കറിയില്ല. കഴിഞ്ഞ റമളാനിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പലരും ഇന്ന് പള്ളിക്കാടുകളിൽ, ഖബറുകളിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വമാ തദ്രി നഫ്സും മാദാ തക്സിബു ഗദാ വമാ തദ്രി നഫ്സും ബിഅയ്യി അർളിൻ തമൂത്. നിങ്ങൾ നാളെ എന്താണ് സംഭവിക്കുക എന്നത് ഒരാൾക്കും പറയാൻ സാധ്യമല്ല. എവിടെ വെച്ച് എപ്പോഴെങ്ങനെ നിങ്ങൾ മരണം പിടികൂടുമെന്നതും ഒരാൾക്കും നിർവചിക്കാൻ സാധിക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് മരണം വരുന്നതിന് മുമ്പ് കിട്ടുന്ന അവസരങ്ങളിൽ, നന്മകളിൽ കൂടുതൽ സജീവരായി പ്രവർത്തിക്കാൻ സാധിക്കണം. ഈ വരുന്ന റമളാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അതിനുള്ള മുന്നൊരുക്കങ്ങൾ ഇന്നു മുതൽ നമ്മൾ തുടങ്ങണം. തുടങ്ങാത്തവരുണ്ട് എങ്കിലേ ഈ പറഞ്ഞ ക്രമീകരണങ്ങൾ വരുത്തി കൃത്യമായി നന്മയുടെ പുണ്യവാന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ സാധിക്കുകയുള്ളൂ. വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ. പുണ്യവാന്മാർ അവർ മത്സരിക്കുന്നവരാണ്, നന്മയിലേക്ക് ധൃതിപ്പെടുന്നവരാണ്. അവർ ഇലാ മഗ്ഫിറത്തിൻ, അല്ലാഹുവിൽ നിന്നുള്ള മഗ്ഫിറത്തിലേക്ക് അവർ മത്സരിക്കും. പാപമോചനത്തിലേക്ക് അവർ മത്സരിക്കും. ചെയ്തു പോയ തിന്മകളെ കുറിച്ച് ആലോചിച്ച് അതിന്റെ പരിണിതമായ ഫലത്തെ ആലോചിക്കുകയും നരകത്തെ കുറിച്ച് ആലോചിക്കുകയും ചെയ്ത് തിന്മകളിൽ നിന്ന് അവർ ഖേദം പ്രകടിപ്പിക്കുന്ന ആളുകളാണ്. അത്തരം ആളുകൾക്കാണ് ആകാശഭൂമികളെക്കാളും പ്രവിശാലമായി കിടക്കുന്ന ആ സ്വർഗം അവർക്കാണ് എന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ആ സ്വർഗം കരസ്ഥമാക്കാൻ ഈ പരിശുദ്ധ റമളാനിലൂടെ പുണ്യവാന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ അടുത്ത റമളാനിലേക്ക് കാത്തു നിൽക്കാതെ മരണം വരുന്നതിന് മുമ്പ് ഒരുക്കങ്ങൾ നടത്താൻ നമുക്ക് സാധിക്കണം. അല്ലാഹു അത്തരം ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ
حمدا كثيرا طيبا مباركا فيه. ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് തഖ്വയോടുകൂടി ജീവിതം ക്രമപ്പെടുത്തണമേ എന്ന് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഈ വരുന്ന റമദാൻ കൊണ്ട് പരമാവധി നേട്ടങ്ങൾ നേടിയെടുക്കാൻ നമുക്ക് സാധിക്കണം. അതിന് ഉതകുന്ന രീതിയിലുള്ള കർമ്മങ്ങൾ നമ്മൾ ചെയ്യണം. ഒന്നാമതായി നോമ്പ് ഒരിക്കലും നഷ്ടപ്പെടുത്തി കളയരുത്. നോമ്പ് വിശ്വാസികളെ സംബന്ധിച്ച് നിർബന്ധമായ കാര്യങ്ങളാണ്. നോമ്പ് അനുഷ്ഠിക്കാൻ സാധിക്കാത്ത ആളുകൾ അവർക്കല്ലാത്ത ഉദറുള്ള ആളുകളല്ലാതെ അത് ഒഴിവാക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഫർള് നമസ്കാരങ്ങൾ അലംഭാവം വരുത്താതെ കൃത്യമായി 5 വക്ത് നമസ്കാരവും ഞാൻ ജമാഅത്തായി പള്ളിയിൽ വെച്ച് നമസ്കരിക്കുമെന്ന ദൃഢമായ ആ ഒരു തീരുമാനം നമുക്കെടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ തറാവീഹും മറ്റ് സുന്നത്ത് നമസ്കാരങ്ങളും ഒഴിവാക്കുകയില്ല എന്ന തീരുമാനമെടുക്കാൻ സാധിക്കണം. ഫർദ് നമസ്കാരത്തോട് അനുബന്ധിച്ചുള്ള റവാത്തിബ് സുന്നത്ത് നമസ്കാരങ്ങൾ, പള്ളിയിലേക്ക് കയറി വരുമ്പോഴുള്ള തഹയ്യത്ത് നമസ്കാരങ്ങൾ, ഇതെല്ലാം റമദാനിന്റെ മുന്നോടിയായി നമ്മൾ പള്ളിയിലേക്ക് വരുമ്പോൾ തന്നെ ശീലമാക്കണം. റമദാനിലേക്ക് അങ്ങനെ തന്നെ കടക്കാൻ നമുക്ക് സാധിക്കണം. അതുപോലെ പരിശുദ്ധ ഖുർആൻ പലരും നമ്മളിൽ കഴിഞ്ഞ റമദാനിൽ തുറന്നു നോക്കിയവരാണ്. പിന്നെ ആ ഖുർആൻ അടച്ചു വെച്ചു, ഇനി അടുത്ത റമദാനിൽ തുറക്കാമെന്ന നിലക്കാണ് പല ആളുകൾ. അങ്ങനെ ആവരുത്. പരിശുദ്ധ ഖുർആനുമായി ഒരു ദിവസവും നമുക്ക് ബന്ധമില്ലാത്ത ആളുകളായി നമ്മൾ മാറുന്നു. എല്ലാ ദിവസവും ഖുർആനിൽ നിന്ന് ഒരു പേജെങ്കിലും ഓതാൻ സാധിക്കുന്നവരാണ് നമ്മൾ. ഖുർആനിന്റെ മാസമാണ് വരുന്നത്. അതുകൊണ്ട് ഈ മാസത്തിൽ ഞാൻ കഴിഞ്ഞ റമദാനുകളിൽ നിന്ന് വ്യത്യസ്തനായി കൂടുതൽ ഖുർആനുമായി ബന്ധമുണ്ടാക്കുമെന്ന ആ ഒരു തീരുമാനമുണ്ടാകണം. അതിന്റെ പഠനം, അതിന്റെ പാരായണം, മനഃപ്പാഠമാക്കാൻ, തഫ്സീറുകൾ വായിക്കാൻ, അർത്ഥം പഠിക്കാൻ, ഇങ്ങനെ ഓരോന്നിനും നമുക്ക് സമയം കണ്ടെത്താൻ നമ്മൾ ടൈം ടേബിൾ ഉണ്ടാക്കണം. അതുപോലെ തന്നെ ദാനധർമ്മങ്ങൾ, സദഖകൾ വർദ്ധിപ്പിക്കണം. സക്കാത്തിന്റെ കാര്യം പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. 595 ഗ്രാം വെള്ളിയുടെ തൂക്കം നമ്മുടെ കയ്യിലുണ്ട് എങ്കിൽ, അതിന് സമാനമായ സമ്പത്ത് നമ്മുടെ കയ്യിലുണ്ട് എങ്കിൽ സക്കാത്ത് കൊടുക്കാൻ ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. ഇന്നത്തെ ഏകദേശം 595 ഗ്രാം വെള്ളിയുടെ വില എന്നത് 2,40,000 രൂപയോളം വരുമെന്ന്. അത്തരം ആ ഒരു എമൗണ്ട് വർഷം തികയുമ്പോൾ നമ്മുടെ ദൈനംദിനമായ കാര്യങ്ങളെല്ലാം, അത്യാവശ്യ കാര്യങ്ങൾ ചെലവഴിച്ച് ബാക്കിയുണ്ട് എങ്കിൽ അതിന്റെ 2.5% സക്കാത്ത് കൊടുക്കൽ നമ്മൾ നിർബന്ധമാണ്. ഇല്ലെങ്കിൽ ആ 2.5% നമ്മുടെ സ്വത്തല്ല, നമ്മുടെ സമ്പത്ത് ഹലാലാവുകയില്ല. നമ്മുടെ സമ്പത്തിനെ ശുദ്ധീകരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ച മാർഗമാണ്. അതുകൊണ്ട് അത് കണക്ക് കൂട്ടി കൃത്യമായി കൊടുക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉണ്ടോ എന്നിത് ആത്മപരിശോധന നടത്തണം. അതുപോലെ തന്നെ പരിശുദ്ധ റമദാനിലെ ഉംറ, അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. നന്മ ഉപദേശിക്കാൻ, തിന്മ വിരോധിക്കാൻ, അങ്ങനെ തുടങ്ങി കഴിയുന്ന എല്ലാ നന്മകളിലും ഈ റമദാനിൽ നാം ചെയ്യുമെന്ന ആ പരമാവധി പരിശ്രമം നമ്മളിൽ ഉണ്ടാകണം. അതിന് മുന്നൊരുക്കം ആവശ്യമാണ്. ഏറ്റവും പ്രാധാന്യം സമയത്തെ ക്രമീകരിക്കുക എന്നത് തന്നെയാണ്. റമദാനിന് വേണ്ടി സമയക്രമീകരണം അത് ഇപ്പോഴേ തന്നെ നമ്മൾ ആരംഭിക്കണം.
ഒഴിവു സമയങ്ങൾ ഉപയോഗപ്പെടുത്താൻ കഴിയണം. മിക്ക ജനങ്ങളും ശ്രദ്ധയില്ലാതായി പോകുന്ന കാര്യമാണ് ഒഴിവു സമയം എന്നത്. ഒഴിവു സമയം കിട്ടിയാൽ പലരും മൊബൈൽ ഫോണിലും ഗെയിമുകളിലും അങ്ങാടികളിലും പാടത്തും പറമ്പിലും ഒക്കെ ഇങ്ങനെ ചെലവഴിച്ച് വെറുതെ സമയം കളയാണ്. നേരം പോക്കിന് വേണ്ടി എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതെല്ലാമാണ് ദുനിയാവിന്റെ കാര്യത്തിലാണ്. അതുകൊണ്ട് പ്രത്യേകം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിഅമതാനി മഅബൂനു ഫീഹിമാ കസീറുൻ മിനൻ നാസ്. രണ്ട് അനുഗ്രഹങ്ങളെ തൊട്ട് ഭൂരിഭാഗം ജനങ്ങളും വഞ്ചിതരാണ്. രണ്ട് അനുഗ്രഹങ്ങൾ അല്ലാഹു നൽകിയ അനുഗ്രഹം അസ്സിഹ്ഹത്തു വൽ ഫറാ, ആരോഗ്യവും ഒഴിവു സമയവുമാണ്. രണ്ടും അല്ലാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളാണ്. രോഗിയാകുമ്പോഴേ ആരോഗ്യമുള്ളതിന്റെ വില നമ്മൾ അറിയുകയുള്ളൂ. തിരക്ക് പിടിക്കുമ്പോഴേ ഒഴിവുണ്ടാകുന്നതിന്റെ ആ ഒരു വില നമ്മൾ അറിയുകയുള്ളൂ. അതുകൊണ്ട് തിരക്ക് പിടിക്കുന്നതിന് മുമ്പ് ഒഴിവുള്ള സമയങ്ങളിൽ പരമാവധി നന്മകൾ ചെയ്യാൻ സാധിക്കണം. ആ രോഗം ബാധിക്കുന്നതിന് മുമ്പ് അത് ഉപയോഗപ്പെടുത്താൻ സാധിക്കണം. റമദാനിൽ ചെയ്തു തീർക്കാവുന്ന നന്മകൾക്കായി നല്ലൊരു മുന്നൊരുക്കവും സമയക്രമീകരണം നടത്തണം. നമ്മുടെ ചാറ്റ് റൂമുകളിലും അതുപോലെ തന്നെ ടിവിക്ക് മുന്നിലും മൊബൈൽ ഗെയിമുകളിലും അനാവശ്യമായി സമയം ചെലവഴിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉണ്ടാകരുത്. നമ്മൾ ഉപയോഗിക്കുന്ന നെറ്റ് ഉപയോഗം എന്നത് അത് അനുവദനീയമായ കാര്യങ്ങൾക്കും അത്യാവശ്യമായ കാര്യങ്ങളിലുമായിരിക്കണം. നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോണുകളിൽ അതിൽ നമ്മൾ ഉപയോഗിക്കുന്ന ആപ്പുകൾ നമ്മൾ ഓരോരുത്തരും പരിശോധിക്കുക. ഞാൻ ഉപയോഗിക്കുന്ന മൊബൈൽ നന്മക്കാണോ തിന്മക്കാണോ? ഞാൻ തുറക്കുന്ന ഒരു സൈറ്റ് അല്ലെങ്കിൽ ഒരു ആപ്പ് അത് തുറക്കുന്നതിലൂടെ എനിക്കൊരു പുണ്യമാണോ രേഖപ്പെടുത്തുന്നത്, അതല്ല ഒരു തിന്മയാണോ രേഖപ്പെടുത്തുന്നത് എന്ന് നമ്മൾ ആലോചിക്കണം. എന്തെല്ലാം സംവിധാനങ്ങൾ നമ്മുടെ മൊബൈൽ ഫോണുകളിലൂടെ നമുക്ക് ലഭിക്കാറുണ്ട്. ഖുർആൻ പാരായണത്തിന് സാധിക്കും. അതുപോലെ തന്നെ ജമീൽ ആപ്പിലൂടെ വിവിധങ്ങളായ പ്രാർത്ഥനകൾ നമുക്ക് വായിക്കാൻ പറ്റുന്ന നമ്മുടെ ജീവിതത്തിൽ പല വിഷയങ്ങളിലും ദീനിന്റെ വിഷയങ്ങൾ നമ്മൾ സംശയാലുക്കളാണ്. അത്തരം വിഷയങ്ങളിൽ സംശയം തീർക്കുന്ന പലതും വീഡിയോകളായി, ഓഡിയോകളായി, ലേഖനങ്ങളായി വലിയൊരു ലൈബ്രറി തന്നെ ജമീൽ ആപ്പിൽ കാണാൻ സാധിക്കും. ആരുടെ മൊബൈലിൽ ആ ജമീൽ എന്ന് പറയുന്ന ആപ്പ് ഉണ്ട്? നമ്മളൊന്ന് ആലോചിക്കേണ്ടതാണ്. അതുപോലെ പീസ് റേഡിയോയിലൂടെ എല്ലാ ദിവസവും രാവിലെ മുതൽ 24 മണിക്കൂറും വിവിധങ്ങളായ പ്രോഗ്രാമുകൾ അതിൽ കാണാം. നമ്മുടെ വീടുകളിലും നമ്മുടെ പള്ളികളിലൊക്കെ ഉള്ള അമാനി മൗലവിയുടെ തഫ്സീർ ഇന്ന് സോഫ്റ്റ്വെയറായി മൊബൈലുകളിൽ കിട്ടും. ആരുടെ മൊബൈലുകളിൽ ഇത്തരം കാര്യങ്ങളുണ്ട്? എന്നാൽ വേണ്ടാത്ത എല്ലാ ചപ്പുചവറുകളും നമ്മുടെ മൊബൈലുകളിലുണ്ട്. അള്ളാഹുവിന്റെ മുന്നിൽ നാളെ ഉത്തരം പറയേണ്ടി വരുമെന്നത് ഈ നിലക്കുള്ള അനുഗ്രഹങ്ങളെല്ലാം റബ്ബ് നമുക്ക് നൽകിയിട്ട് ഇതൊന്നും ഉപയോഗിക്കാതെ ആവശ്യമില്ലാത്തതിന്റെ പിന്നാലെ പോയി ശിക്ഷകൾക്ക് കാരണമാകുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടാൻ പാടില്ല. അതുകൊണ്ട് തന്നെ റമദാനുമായി ബന്ധപ്പെട്ട പ്രഭാഷണങ്ങൾ കേൾക്കാൻ മൊബൈൽ ഉപയോഗിക്കാം, ലേഖനങ്ങൾ വായിക്കാൻ സമയം കണ്ടെത്തണം. ഇങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങൾക്കാണ് നമ്മൾ നമ്മുടെ മൊബൈലുകൾ ഉപയോഗിക്കേണ്ടത് എന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. അതുപോലെ തന്നെ പള്ളികളിലും മറ്റു നടക്കുന്ന ദീനിയായ വിജ്ഞാന സദസ്സുകളിൽ അത് നമ്മൾ കുടുംബസമേതം പങ്കെടുക്കുവാനുള്ള പ്ലാനിങ്ങുകൾ തയ്യാറാക്കണം. നമ്മൾ പുറത്തേക്ക് വിനോദങ്ങൾക്ക് പോകാറുണ്ട്. സിനിമകൾക്ക് പോകുന്ന ആളുകൾ അതുപോലെ പല വിനോദങ്ങളിലേക്കും പോകുമ്പോൾ ഒരു പ്ലാനിങ് നമുക്കുണ്ടാകും, കുടുംബത്തെ കൊണ്ടുപോകും. എന്നാൽ ഇതുപോലെയുള്ള നന്മകളുടെ സദസ്സുകളിലേക്ക് പോകാൻ യാതൊരു പ്ലാനിങ്ങുമില്ല. വിളിച്ചാലോ 100,000 കാരണങ്ങൾ നമുക്കുണ്ടാകും. എന്നാൽ ദുനിയാവിന്റെ കാര്യങ്ങൾക്ക് പോകാൻ മറ്റു കാര്യങ്ങളൊന്നും ഒരു തടസ്സവുമില്ല.
പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. ഇതെല്ലാം റബ്ബ് കൃത്യമായി കാണുന്നുണ്ട് എന്നത് ആ ഒരു ബോധം നമുക്കുണ്ടാകണം. അതുകൊണ്ട് തന്നെ സമയത്തെ വിനിയോഗിക്കുന്ന ആ ഒരു കൃത്യമായ ഒരു ചാർട്ട് തന്നെ നമ്മൾ ഉണ്ടാക്കണമെന്നതാണ് പരിശുദ്ധ റമദാനിലേക്ക് കടക്കുമ്പോൾ പ്രത്യേകമായി ഉണർത്തുവാനുള്ളത്. അതുപോലെ സഹോദരങ്ങളെ, റമദാനിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഷോപ്പിംഗ് എന്നത്. റമദാൻ എന്നത് അത് അങ്ങാടികളിലും ഷോപ്പിംഗ് മാളുകളിലും തെണ്ടിത്തിരിഞ്ഞ് സമയം കളയാനുള്ളതല്ല. റമദാൻ ആരാധനകളുടെ മാസമാണ്. റമദാനിന്റെ രാപ്പകലുകളിൽ ഷോപ്പിംഗ് മാളുകളിലും സൂപ്പർ മാർക്കറ്റുകളിലുമായി സമയം ചെലവഴിക്കുന്നത് ഒഴിവാക്കണം. നമ്മൾ സാധ്യമാകുന്നുവെങ്കിൽ ആവശ്യമായ വസ്തുക്കൾ നേരത്തെ തന്നെ വാങ്ങി ഒരുങ്ങി വെക്കണം. പെരുന്നാളിലേക്കുള്ള വസ്ത്രങ്ങൾ ഇന്നെന്താ നമ്മുടെ സമൂഹത്തിന്റെ അവസ്ഥ? റമദാനിന്റെ അവസാനത്തെ പത്തിലായാൽ പിന്നെ പള്ളികൾ കാലിയാണ്. പിന്നെ അങ്ങാടികളും സൂപ്പർ മാർക്കറ്റുകളും വസ്ത്രാലയങ്ങളിലേക്കും പോയാൽ അവിടെയാണ് തിരക്ക് കൂടുന്നത്. അതുകൊണ്ട് തന്നെ പെരുന്നാളിലേക്കുള്ള വസ്ത്രങ്ങൾ അത് റമദാനിന്റെ മുന്നൊരുക്കം എന്ന നിലക്ക് ആ റമദാനിന്റെ മുന്നേ വാങ്ങി കൂട്ടിവെക്കാൻ സാധിക്കണം. നമുക്ക് എത്ര ആൾക്ക് സാധിക്കും അതിന്? അതോടൊപ്പം സാധനങ്ങൾ വാങ്ങുന്ന കാര്യത്തിൽ മിതത്വം പുലർത്തുന്ന ആളുകളായിരിക്കണം. റമദാനിന്റെ രാവുകൾ അത് ഭക്ഷണത്തിന്റെ ഉത്സവങ്ങളായി മാറാൻ പാടില്ല. അത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. റമദാൻ എന്നത് ഭക്ഷണം കുറയ്ക്കേണ്ട മാസമാണ്. എന്നാൽ ഇന്ന് പലരുടെയും വീടിന്റെ ചെലവ് റമദാൻ മാസത്തെ മറ്റ് മാസങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ റമദാനിൽ ചെലവ് കൂടുതലാണ്. ഇങ്ങനെ ആവരുത്. നമ്മൾ ദൂർത്തിന്റെ പിന്നാലെ പോകരുത്. റമദാനിനെ ഉപയോഗപ്പെടുത്താൻ സാധിക്കണം. അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് പരിശുദ്ധ റമദാനിലെ ഉംറ എന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ റമദാനിലെ ഉംറക്ക് പ്രത്യേകം പുണ്യമുണ്ട്. റമദാനിലെ ഉംറ എന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഹജ്ജ് ചെയ്തതിന് തുല്യമായ പ്രതിഫലമാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഹജ്ജ് ചെയ്തതിന് തുല്യമായ പ്രതിഫലം. ഫഇന്ന ഉംറതൻ ഫി റമദാന തഖ്ലി ഹജ്ജതൻ മഅി. റമദാനിലെ ഉംറ എന്നത് എന്റെ കൂടെ ഹജ്ജിന് തുല്യമാണ് എന്ന് അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ സമ്പത്തും ആരോഗ്യവുമുള്ള ആളുകൾ റമദാനിൽ ഉംറക്ക് ഒരുങ്ങണം. അല്ലേ? സ്വർഗവും നരകവും പരലോകവും ഖബറിലെ ശിക്ഷയും ഇതെല്ലാം വിശ്വസിക്കുന്ന ആളുകളാണ് നമ്മൾ. അതിൽ നിന്നെല്ലാം രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. അതുകൊണ്ട് ആ നിലക്ക് സമ്പത്തുള്ള ആളുകൾ നന്മകൾക്ക് ഉപയോഗിക്കണം. ആരോഗ്യമുള്ള ആളുകൾ ഈ നിലക്കുള്ള പ്രവർത്തനങ്ങളിലേക്ക് ഉപയോഗപ്പെടുത്തണം. ഉംറ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അത് നേരത്തെ അതിനു വേണ്ടി ഉള്ള തയ്യാറെടുപ്പുകൾ നമ്മളിൽ നിന്നുണ്ടാകണമെന്നതാണ്. അതോടൊപ്പം സഹോദരങ്ങളെ, കുടുംബാംഗങ്ങളെ, ആ കുടുംബത്തിലുള്ള അംഗങ്ങളെ റമദാനിനു വേണ്ടി തയ്യാറെടുപ്പിക്കണം. നമ്മോടൊപ്പം കുടുംബത്തിലെ മറ്റംഗങ്ങളും റമദാനിൽ വരവേൽക്കാൻ, ആ വരവേൽക്കുന്നതിൽ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന ആ ഒരു കാര്യം നമ്മൾ നമ്മുടെ ചിന്തയിലുണ്ടാകണം. നരകമോചനത്തിന്റെ മാസമായ റമദാനിൽ കുടുംബത്തെയും നരകമോചനം നേടാൻ പ്രേരിപ്പിക്കണം. കുടുംബനാഥന്മാരെന്ന നിലക്ക് ഇക്കാലത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നത് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. യാ അയ്യുഹല്ലദീന ആമനൂ ഖു അൻഫുസകും വഅഹ്ലീകും നാറാ. യാ അയ്യുഹല്ലദീന ആമനൂ, ഹേ വിശ്വസിച്ച ആളുകളെ, നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ശരീരത്തെ കത്തിജ്വലിക്കുന്ന നരകത്തിൽ നിന്ന് നിങ്ങൾ കാക്കണം. എങ്ങനെയുള്ള നരകമാണ്? കല്ലുകളെയും മനുഷ്യരെയും ഇന്ധനങ്ങളാക്കി കത്തിക്കപ്പെടുന്ന ഭയാനകമായ ഭീകരമായ ആ നരകത്തിൽ നിന്ന് നിങ്ങളുടെ സ്വന്തം ശരീരത്തെ മാത്രം നിങ്ങൾ രക്ഷപ്പെടുത്തിയെടുത്താൽ പോരാ, മറിച്ച് നിങ്ങളുടെ അഹ്ലികാരെ, നിങ്ങളുടെ വീട്ടിലുള്ള അംഗങ്ങളെ, ഭാര്യമാരെ, മക്കളെ, മാതാപിതാക്കളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, ആരെല്ലാമുണ്ടോ നിങ്ങളുടെ കുടുംബത്തിൽ അവരെല്ലാം ആ നരകത്തിൽ നിന്ന് മോചിപ്പിച്ചെടുക്കേണ്ടുന്ന ബാധ്യത നിങ്ങൾക്കുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിലുള്ള അംഗങ്ങളെയും ഈ നിലക്കുള്ള ഒരുക്കങ്ങളിലേക്ക് നമ്മൾ തയ്യാറെടുപ്പിക്കണം. കുട്ടികളുടെ മനസ്സിൽ റമദാനിനെ കുറിച്ചുള്ള ആദരവുണ്ടാകുന്ന രീതിയിലുള്ള കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം.
അതിന് ആ നോമ്പെടുക്കുന്നതിനുള്ള പ്രോത്സാഹനം ഉണ്ടാക്കണം. കുട്ടികൾ ഒരു ദിവസം 2 ദിവസം നോമ്പെടുക്കുമ്പോഴേക്ക് അവരെ തളർത്തുകയല്ല ചെയ്യേണ്ടത്, പ്രോത്സാഹനം നൽകണം. അതുപോലെ മത്സരങ്ങളും സമ്മാനങ്ങളുമായി ചെറിയ കുട്ടികളെ നോമ്പ് നോറ്റാൽ അവർക്ക് സമ്മാനങ്ങൾ കൊടുക്കണം, അങ്ങനെ പ്രോത്സാഹിപ്പിക്കാം. അതുപോലെ തന്നെ വീട്ടുജോലികളിൽ റമദാനിന്റെ ആരാധനകൾ ചെയ്യുന്നതിൽ നമ്മുടെ ഭാര്യമാർക്ക്, വീട്ടിലെ പെൺമക്കൾക്ക് അവർക്ക് തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ അവരെ കൂടെ നമ്മൾ ഹെൽപ്പ് ചെയ്ത് ആരാധനകൾ ചെയ്യുവാനുള്ള ആ ഒരു കാര്യങ്ങൾ വീട്ടിലെ ജോലികളൊക്കെ പെട്ടെന്ന് തീർക്കുന്ന രീതിയിൽ അവരെ സഹായിച്ചു കൊടുക്കണം. അതുപോലെ തന്നെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലും മക്കൾക്കിടയിലും കൂടുതൽ ഖുർആൻ പാരായണം ചെയ്യുന്നവർ ആരാണ് എന്ന മത്സരങ്ങൾ വെക്കണം. അങ്ങനെ കുടുംബങ്ങൾക്ക് എല്ലാവരും, കുടുംബത്തിലെ അംഗങ്ങൾ എല്ലാവരും നന്മയിൽ പരസ്പരം മത്സരിക്കുന്നവരായി മാറണം. അതാണ് വസാരി. പൂർവികരായ ആളുകൾ നന്മയിൽ മത്സരിച്ച ആളുകളായിരുന്നു എന്നാണ്. വിഭവങ്ങൾ കുറച്ച് ഉണ്ടാക്കണം. സ്ത്രീകൾ നോമ്പ് തുറക്കുന്ന വിഭവങ്ങൾ ഒരുക്കുന്ന തിരക്കിൽപ്പെട്ട് ആരാധനകൾ അതിൽ കുറവുണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഉണ്ടാക്കുന്ന വിഭവങ്ങൾ അത് കുറച്ചു മതി എന്ന് എല്ലാവരും ഒരുമിച്ചൊരു തീരുമാനമെടുക്കാൻ സാധിക്കണം നമുക്ക്. അങ്ങനെ കൂടുതൽ സമയം ഖുർആൻ പാരായണത്തിനും ദീനീ പഠനത്തിനു വേണ്ടി മാറ്റിവെക്കാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ ഈ റമദാനിനെ കൂടുതൽ ഫലവത്തായി ഉപയോഗിക്കാൻ സാധിക്കും. അതോടൊപ്പം ഖുർആൻ പാരായണം, അതിന്റെ പഠനം, അതിന് പ്രത്യേകമായ പ്ലാനിംഗ് ഉണ്ടാക്കണം. റമദാനിന്റെ വിധിവിലക്കുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പഠിക്കണം. ഇൻഷാ അല്ലാഹ് അടുത്ത ഖുതുബയിൽ അത് നമുക്ക് സൂചിപ്പിക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ നന്മകൾ ചെയ്യുവാൻ ഈ പരിശുദ്ധ റമദാനിനെ കൂടുതൽ ഉപയോഗപ്പെടുത്തുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു അതിനുള്ള ആയുസ്സും ആരോഗ്യവും സമയവും നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ചെയ്തുപോയ എല്ലാ തിന്മകളും അള്ളാഹു നമ്മിൽ നിന്ന് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. അള്ളാഹുവെ, അറിഞ്ഞും അറിയാതെയും വലുതും ചെറുതുമായ പാപങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുണ്ട്. എല്ലാം അറിയുന്നവനായ നാഥ, നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി സ്വർഗം ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കുന്ന റഹ്മാനെ. അള്ളാഹുവെ, അർശിന്റെ തണൽ നൽകി അനുഗ്രഹിക്കുന്ന കൂട്ടത്തിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണം റഹ്മാനെ. പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ, രോഗങ്ങൾ കൊണ്ടും സാമ്പത്തികമായ എല്ലാം പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകൾ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾക്ക് നീ പ്രതിഫലം നൽകുകയും ആ ബുദ്ധിമുട്ടുകളെല്ലാം പരിഹരിച്ചു കൊടുക്കുകയും ചെയ്യണം റഹ്മാനെ. രോഗങ്ങൾ കൊണ്ട് വേദനകൾ അനുഭവിക്കുന്നവർക്ക് അവരുടെ പാപങ്ങൾ നീ പുറത്തു കൊടുക്കുകയും പകരം സ്വർഗം നൽകുകയും ചെയ്യണം റഹ്മാനെ. മാതാപിതാക്കളോട് നല്ല രീതിയിൽ പെരുമാറുന്ന നല്ല മക്കളുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ ബന്ധുക്കൾ, ഞങ്ങളുടെ സഹോദരങ്ങൾ, മാതാപിതാക്കൾ, അവരെല്ലാം ഇന്ന് ഖബറുകളിലാണ്. അവരുടെ ഖബറിടം നീ വിശാലമാക്കി കൊടുക്കണം റഹ്മാനെ. അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണം റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب دعوات ويا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين.